കാരുണ്യം ക്ഷേമ സമിതിയുടെ 291 പ്രതിമാസ യോഗവും അതുല്യ ലിജുവിന് അനുമോദനവും സംഘടിപ്പിച്ചു. ദിസ് ന്യൂസ് ബ്രോട്ട് യു ബൈ കൽപക വെഡ്ഡിങ്സ്, നോർത്ത് പറവൂർ. കാരുണ്യം ക്ഷേമ സമിതിയുടെ 291 പ്രതിമാസ യോഗവും അനുമോദന ചടങ്ങും ജൂലൈ 5 ഞായറാഴ്ച കാരുണ്യം നഗറിൽ സംഘടിപ്പിച്ചു. കളഞ്ഞുകിട്ടിയ സ്വർണമാല യഥാർത്ഥ ഉടമയ്ക്ക് തിരികെ നൽകി മാതൃകയായ കുഴുപ്പുള്ളി സെയിന്റ് ഗ്രിഗോറിയസ് UP സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിനിയും അയ്യമ്പിള്ളി കാട്ടൂക്കാരൻ വീട്ടിൽ ലിജുവിന്റെ മകളുമായ അതുല്യ ലിജുവിനെ ചടങ്ങിൽ ആദരിച്ചു. ചടങ്ങ് സബ് ഇൻസ്പെക്ടർ MS ഷെറി ഉദ്ഘാടനം ചെയ്തു. ഒറ്റ ഉപയോഗം കൊണ്ട് തന്നെ ഇതിനെ അഡിക്റ്റ് ആകുന്ന ഒരു അവസ്ഥയാണ് ഈ MDMA എന്ന് പറയുന്ന സിന്തറ്റിക് ഡ്രഗിനുള്ളത്. അവര് പല രൂപത്തില് ഇത് ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ മക്കള് ഇത് എങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്, അതെങ്ങനെ കണ്ടുപിടിക്കാം. ഇപ്പോ നമ്മുടെ കുട്ടികളുടെ അവരുടെ വസ്ത്രങ്ങൾ, അതുപോലെ അവരുപയോഗിക്കുന്ന ബാഗ്, അവരുടെ മുറി, ഇതെല്ലാം ആഴ്ചയിൽ ഒരു 2-3 പ്രാവശ്യം നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. ഈ ചെക്ക് ചെയ്യുന്നത് ഒരിക്കലും അവര് അറിഞ്ഞിട്ട് അവര് കാണുകയാകരുത്. അവരുടെ ഒരു കോൺഫിഡൻസ് തകർക്കുന്ന രീതിയിൽ നമ്മൾ ഒരിക്കലും അത് പെരുമാറരുത്. ഇങ്ങനെ നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് എന്തെങ്കിലും പ്ലാസ്റ്റിക് സിപ്ലോക്ക് കവറുകൾ, അതുപോലെ തന്നെ OCB പേപ്പർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? OCB അറിയാമോ? ഇത്രയുള്ള ഒരു ചെറിയൊരു പേപ്പർ ഈ വിധി തന്നെ ഉണ്ടാകുള്ളൂ. അതിൻ്റെ അകത്തിട്ട് ചുരുട്ടിയാണ് കഞ്ചാവ് വലിക്കുന്നത്. അതുപോലെ തന്നെ 20 രൂപ ഇങ്ങനെ ചുരുട്ടും. പേപ്പർ നമ്മൾ ചുരുട്ടില്ലേ, ചുരുട്ടി ഇങ്ങനെ ഉപയോഗിക്കും. അതെല്ലാനും വെച്ചിട്ട് പിന്നെ ATM കാർഡുകൾ, ഇവരുടെ പോക്കറ്റിൽ അനാവശ്യമായിട്ടുള്ള ATM കാർഡുകൾ കാണും. ഇതെല്ലാം വെച്ചിട്ടാണ്. ഇതൊക്കെ കണ്ടെങ്കിൽ നമ്മളത് എന്തായാലും അവരെ സൂക്ഷിക്കണം. ക്ഷേമസമിതി പ്രസിഡന്റ് മിനി ഷാജി അധ്യക്ഷത വഹിച്ചു. ഇവരെ ചെയ്ത നല്ല കാര്യങ്ങളോടൊപ്പം തന്നെ ഇനിയും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു ചികിത്സാ സഹായം വഴി നമുക്ക് സാധിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഇത് തുടങ്ങുന്നത്. സെക്രട്ടറി K. ബാബു സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ കമ്മിറ്റി ഭാരവാഹികളായ സുരേന്ദ്രൻ, സുരേഷ്, വിനീഷ് MG എന്നിവർ ആശംസകൾ നേർന്നു. 1999 രൂപീകൃതമായ കാരുണ്യം ക്ഷേമസമിതി കഴിഞ്ഞ 26 വർഷത്തിനിടെ 71ഓളം നേത്രദാനങ്ങൾക്ക് നേതൃത്വം നൽകിയതായി ഭാരവാഹികൾ അറിയിച്ചു. ഈ വർഷം മുതൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന രോഗികളെ സഹായിക്കുന്നതിനായി ചികിത്സാ സഹായനിധി ആരംഭിക്കുമെന്നും സംഘടനയിലെ എല്ലാ അംഗങ്ങളും അവയവദാനത്തിനുള്ള സമ്മതപത്രത്തിൽ ഒപ്പുവെച്ചിട്ടുണ്ടെന്നും അവർ അറിയിച്ചു. കർണപടം, കോർണിയ ദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ 9656980035 എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത, കുഴുപ്പുള്ളി. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൂടുതൽ ഇതിൻ്റെ വരുന്ന രംഗത്തേക്ക്, ചികിത്സാ സഹായ രംഗത്തേക്ക് വരാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഒരുപാട് സമൂഹത്തിൻ്റെ ഇതര ഭാഗങ്ങളിൽ നിന്നും ഒരുപാട് അപേക്ഷകൾ കാരുണ്യം ക്ഷേമ സമിതിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഒരു സാമ്പത്തികത്തിൽ നിന്നുകൊണ്ട് ഈ വരുന്ന അപേക്ഷകളിൽ മേൽ ഞങ്ങൾക്ക് സഹായങ്ങൾ ചെയ്യുവാൻ സാധിക്കാത്ത ഒരവസ്ഥയാണ് നിലവിലുള്ളത്. അതുകൊണ്ട് ഞങ്ങളാൽ കഴിയുന്നത് പോലെ ചെയ്യുകയും അതുപോലെ കാരുണ്യം ക്ഷേമ സമിതിയുമായി സഹകരിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ സാമ്പത്തികമായി ഉന്നത നിലവാരം പുലർത്തുന്ന കുറേ ആളുകളുണ്ട്. അവരുടെ എല്ലാം സഹകരണത്തോടു കൂടി ഈ ചികിത്സാ ഫണ്ട് രൂപീകരിച്ച് മുന്നോട്ട് പോകുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. 1999 ഇതിൻ്റെ പത്രദീപം തെളിക്കുകയും അന്ന് തുടങ്ങിയുള്ള പ്രവർത്തനം ഇന്നിപ്പോൾ ഒരു 27 വർഷം ഞങ്ങൾ പിന്നിടുകയാണ്. ഈ കഴിഞ്ഞ ഇതിലേക്ക് ഞങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒട്ടനവധി കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിൽ വളരെ ചാരിതാർത്ഥ്യമുണ്ട്. ഞങ്ങൾ 71ഓളം നേത്രങ്ങൾ ദാനം ചെയ്യാൻ കാരുണ്യ ക്ഷേമ സമിതിക്ക് കഴിഞ്ഞു.